വർഷങ്ങളോളം എടുത്ത് ട്രിഗറാവുന്ന പശ്ചിമഘട്ടത്തിലെ മാരകമായ ജലാധിഷ്ഠിത ദുരന്തങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളിന്നോട് സംസാരിക്കാൻ പോകുന്നത്. കൂടാതെ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഏതെല്ലാം സ്ഥലങ്ങളാണ് ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ലാൻഡ്സ്ലൈഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാന്ദ്രതയുള്ളത് എന്നും ISRO പുറത്തുവിട്ട ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ 147 ജില്ലകളാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇതിലെ ഏറ്റവും സർപ്രൈസിംഗ് ഫാക്ട്, ഉത്തരാഞ്ചലിലെ 2 ജില്ലകൾ കഴിഞ്ഞാൽ കേരളത്തിലെ തൃശൂർ ജില്ലയാണ് 3-ം സ്ഥാനത്ത് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം നടന്ന വയനാട് ജില്ല ലിസ്റ്റിൽ 13-ം സ്ഥാനത്ത് മാത്രമാകുമ്പോൾ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവ യഥാക്രമം 5ഉം 7ഉം 10ഉം സ്ഥാനങ്ങളിലാണ്. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മണ്ണും വീടും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും എന്നേക്കുമായി ഇല്ലാതായി പകച്ചു നിൽക്കുന്ന മനുഷ്യരോട് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനോ കഴിയാത്ത അവസ്ഥയിലാണ് കേരള ജനത. എന്നാൽ അവിടെ നിന്ന് കിലോമീറ്ററുകളോളം ദൂരെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിരുന്ന് വാർത്ത കേട്ടും ദൃശ്യങ്ങൾ കണ്ടും നെടുവീർപ്പിട്ട് അഭിപ്രായം പറയുന്ന നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പശ്ചിമഘട്ടം നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കാത്ത ഒരു സ്ഥലവും കേരളത്തിലില്ല എന്നതുകൊണ്ട് തന്നെ മേപ്പാടിയിലെ ഇരട്ട ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തേ പറ്റൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഇതേ വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മുണ്ടക്കയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലെ പുത്തുമലയിൽ മലയിടിച്ചിലുണ്ടായി 20ഓളം പേർ കൊല്ലപ്പെട്ടത്. അന്ന് നമ്മളെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന പോലെ സേഫ് സോൺ എന്ന് കരുതിയിരുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ തേടിയാണ് ഇപ്പോൾ സമാന ദുരന്തം എത്തിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായി കണക്കാക്കിയിരുന്ന ഒരു സ്ഥലമേ ആയിരുന്നില്ല ഇപ്പോൾ ദുരന്തം നടന്ന ചൂരൽമല. പക്ഷേ അരുതാത്തത് സംഭവിച്ചു. അപ്രതീക്ഷിതമായി ഒരു ഗ്രാമം മുഴുവൻ നിരവധി ജീവനുകളുമായി സൂചിപ്പാറയിലേക്ക് ഒഴുകിയൊലിച്ചുപോയി. ദുരന്തം എങ്ങനെയുണ്ടായി എന്നതിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരു കോളത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. പലതരം കാരണങ്ങൾ ഒരുമിച്ച് ചേർന്നുണ്ടായതാണത്. എന്താണ് ആ കാരണങ്ങൾ? പരിസ്ഥിതി സ്നേഹികൾ എന്നതിൽ നിന്ന് മാറി എക്കോ ടെററിസ്റ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി മൗലികവാദികളായവർ വാദിക്കുന്നതിലാണോ സത്യമുള്ളത്? അതോ മറുവശത്ത് പരിസ്ഥിതി സ്നേഹികൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് എതിർക്കുന്നവർ വാദിക്കുന്നതിലാണോ? യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ 2 എക്സ്ട്രീം വാദഗതിക്കും ഇടയിലാണ് സത്യമുള്ളതെന്ന് മനസ്സിലാക്കാം. 2018 പ്രളയമെടുത്താൽ അക്കാലത്ത് സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ 42% അധിക മഴയാണ് മലയോര മേഖലകളിൽ ലഭിച്ചത്. ഈ അതിവൃഷ്ടിയാണ് കേരളത്തിൽ പ്രളയത്തിനും വ്യാപകമായ ഉരുൾപൊട്ടലിനും കാരണമായത്. അതായത് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവ് കൊണ്ട് സ്വാഭാവികമായി ലഭിക്കേണ്ട മഴ ദുരന്തം സംഭവിക്കുന്ന ഇടങ്ങളിൽ 2-3 ദിവസങ്ങൾ കൊണ്ട് പേമാരിയായി പെയ്തിറങ്ങുന്നു. കേരളം ഒട്ടുക്ക് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി മഴ പെയ്യുന്നതിന്റെ പ്രകൃതം മാറി. ഒരു മാസം കൊണ്ട് കിട്ടേണ്ട മഴ ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കുന്നു. ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്യുന്നു. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരൊറ്റ മണിക്കൂർ കൊണ്ടാണ് പെയ്യുന്നത്. പൊതുവെ പറഞ്ഞാൽ കാലവർഷക്കാലത്ത് മൊത്തം ലഭിക്കേണ്ട മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി പെയ്തൊഴിയുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തീവ്രത അനുസരിച്ച് മഴയെ പല കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ എത്ര അളവിൽ മഴ പെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മഴയുടെ തീഷ്ണത, റെയിൻഫാൾ ഇന്റൻസിറ്റി നിർണ്ണയിക്കുന്നത്. അതിൽ ആദ്യത്തേത് നൂൽമഴയാണ്, വെരി ലൈറ്റ് റെയിൻഫാൾ. മഴമാപ്പിനിയിൽ 0.1 mm മുതൽ 2.4 mm വരെയാകും ഈ മഴ കാണിക്കുക. രണ്ടാമത്തേത് ചാറ്റൽ മഴ, ലൈറ്റ് റെയിൻ. 2.5 mm മുതൽ 15.5 mm വരെയാണ് ഇതിന്റെ തീവ്രത. അടുത്തത് മിതമായ മഴ, മോഡറേറ്റ് റെയിൻ. 15.6 mm മുതൽ 64.4 mm വരെ. അടുത്തതാണ് ശക്തമായ മഴ, ഹെവി റെയിൻഫാൾ. 64.5 mm മുതൽ 115.5 mm വരെ. ഇനി അതിശക്തമായ മഴയാണ്, വെരി ഹെവി റെയിൻഫാൾ. 115.6 mm മുതൽ 204.4 mm വരെ. ഏറ്റവും അവസാനം വരുന്നതാണ് അതിതീവ്ര മഴ, എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാവും ഒരു മണിക്കൂറിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പെയ്തിറങ്ങുക. മാരകമായ പല സംഭവങ്ങൾക്കും ഈ മഴ കാരണമായേക്കാം. മിതമായ മഴ പ്രവചിക്കപ്പെടുന്ന സ്ഥലത്ത് 50 mm കൂടുതൽ മഴ ഒരു മണിക്കൂർ സമയം കൊണ്ടാണ് പെയ്യുന്നതെങ്കിൽ അത് തീഷ്ണത കൂടിയ മഴയായിരിക്കും. എന്നാൽ 50 mm മഴ 24 മണിക്കൂർ സമയം കൊണ്ടാണ് പെയ്യുന്നതെങ്കിൽ അത് ലോ ഇന്റൻസിറ്റി റെയിൻഫാൾ, തീഷ്ണത കുറഞ്ഞ മഴയായിരിക്കും. മിന്നൽ പ്രളയം ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള മഴയാണ് അതിതീവ്ര മഴയും തീഷ്ണത കൂടിയ മഴയും. 2018 കേരളത്തിൽ പ്രളയത്തിന് കാരണമായ ദിവസങ്ങളിൽ പലയിടങ്ങളിലും 300 mm മുതൽ 400 mm വരെ മഴയായിരുന്നു 24 മണിക്കൂറിൽ പെയ്തത്. അന്ന് തീഷ്ണത നിർണ്ണയിക്കാൻ ഉപകരണങ്ങളില്ലാത്തതിനാൽ എത്ര സമയം കൊണ്ടാണ് ഇത്രയധികം മഴ പെയ്തത് എന്ന് കൃത്യമായ വിവരം ലഭ്യമല്ല. ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനിൽ നിന്ന് മാത്രമേ ഇത്തരം വിവരങ്ങൾ ലഭ്യമാകൂ. ഇനി 2018 ശേഷമുള്ള കണക്കെടുത്താലും കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ കിട്ടുന്ന മഴ ചെറിയ ഒരു ടൈം പീരീഡിൽ തന്നെ കൂടിയ അളവിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ അധിക മഴ മണ്ണിനെ സാച്ചുറേറ്റ് ചെയ്യുന്നു. പല കേസിലും ഒരു പ്രദേശം ഒന്നാകെയാണ് മഴവെള്ളം കൊണ്ട് ഭീകരമായി സാച്ചുറേറ്റഡ് ആകുന്നത്. സ്വാഭാവികമായും മണ്ണിനൊരു നിശ്ചിത അളവിൽ വെള്ളം വഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. ത്രഷ് ഹോൾഡ് എന്നാണ് ഇതിനെ വിളിക്കുക. എന്നാൽ അതിശക്തമായ മഴയിലൂടെ ആകിരണ ശേഷിക്കപ്പുറമുള്ള അളവിൽ വെള്ളം എത്തുമ്പോൾ മണ്ണിന് അത് താങ്ങാൻ പറ്റാതെ വരികയും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ ദുരന്തമുണ്ടായ 24 മണിക്കൂറിൽ വയനാട്ടിൽ ലഭിച്ചത് 372 മില്ലിമീറ്റർ മഴയാണ്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 200 മില്ലിമീറ്ററും. അതായത് 2 ദിവസം കൊണ്ട് 572 മില്ലിമീറ്റർ മഴ. ഇത്രയും മഴവെള്ളം ഒറ്റയടിക്ക് താങ്ങാൻ അനുയോജ്യമല്ല അവിടുത്തെ ഭൂപ്രകൃതി. സ്വാഭാവികമായും മണ്ണ് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിരിക്കും. കൂടുതൽ മഴ പെയ്യുന്നതോടെ മണ്ണൊലിപ്പും അത് ട്രിഗർ ചെയ്യുന്ന ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. മലഞ്ചെരുവുകളിൽ പലതരത്തിലുള്ള സ്ലോപ്പ് മൂവ്മെന്റുകളാണ് നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചെറിയ മണ്ണിടിച്ചിലാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ മണ്ണും പാറയും നിരങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു പ്രതലത്തിലൂടെ ഇത്തരത്തിൽ മണ്ണും പാറയും നിരങ്ങി നീങ്ങുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വലിയ പാറകൾ തെന്നി താഴേക്ക് വീഴുന്ന പ്രതിഭാസമാണ് റോക്ക് ഫാൾ അല്ലെങ്കിൽ ശിലാപതനം എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ വിനാശകരമായതാണ് ഇപ്പോൾ സംഭവിച്ച ഡെബ്രി ഫ്ലോ രൂപത്തിലുള്ള ഉരുൾപൊട്ടൽ. ചെങ്കുത്തായ മലഞ്ചെരുവിലെ പാറയും ദ്രവിച്ച പാറയും മണ്ണും മരങ്ങളും എല്ലാം ശക്തിയായ ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണിത്. ഇതിനു മുമ്പും മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 1984 ജൂലൈ 2 ദുരന്തത്തിൽ 18 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇനി 2019 പുത്തുമല ദുരന്തം എങ്ങനെയുണ്ടായി എന്ന് പഠിച്ച സെൻട്രൽ കോസ്റ്റൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോവയിലെ സുജിത് ദേശായിയും ഏകനാഥ് ചകൂർക്കറും ലാൻഡ്സ്ലൈഡ് ഇവന്റ്സ് ഓഫ് കേരള their causes and impacts a case study of പുത്തുമല ലാൻഡ്സ്ലൈഡ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് എന്ന പഠനത്തിൽ പറയുന്ന ദുരന്ത കാരണങ്ങൾ നമുക്ക് നോക്കാം. ഉരുൾപൊട്ടലിന് 24 മണിക്കൂർ മുമ്പ് 500 മില്ലിമീറ്ററോളം ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തത്. വനത്തിനുള്ളിലുണ്ടായ ചെറിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായാണ് പുത്തുമല ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. എന്നാൽ താഴ്ന്ന പ്ലാന്റേഷൻ ഭാഗത്തെ ഉറപ്പില്ലാത്ത മണ്ണ് മഴയിൽ കുതിർന്നത് കാരണം വെള്ളത്തിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ മണ്ണും പാറകളും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതാകുന്നു. അതോടെ താഴ്വരയിൽ നിന്ന് 290 മീറ്റർ ഉയരത്തിലുള്ള ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയ 20 ഹെക്ടറോളം വരുന്ന മലയുടെ വലിയൊരു ഭാഗം ഇളകി താഴ്വരയിലൂടെ അതിഭീകരമായി കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് കുതിച്ചു പോകുന്നു. താഴേക്ക് വരുന്തോറും മണ്ണും ചെളിയും ജലവും കുഴഞ്ഞു ചേർന്ന ഘനമിശ്രിതം മാരകമായ വേഗത കൈവരിക്കുകയും മുന്നിൽ കാണുന്നത് മുഴുവൻ തച്ചു തകർക്കുകയും ചെയ്യും. ഇത്തരത്തിൽ 100 ഏക്കറോളം വരുന്ന ടീ പ്ലാന്റേഷനാണ് അവിടെ തുടച്ചു നീക്കപ്പെട്ടത്. ഉരുൾപൊട്ടൽ എന്നതിലുപരിയായി വലിയ തോതിലുള്ള മണ്ണൊലിപ്പും മലയിടിച്ചിലുമാണ് അന്ന് പുത്തുമലയിൽ നടന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഭൂപ്രദേശത്തിന്റെ 50% 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലെ പാറകളുടെ മുകളിലുള്ള അയഞ്ഞ മേൽമണ്ണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. സാധാരണ മറ്റു സ്ഥലങ്ങളിലെ മലകളിൽ വലിയൊരു റോക്ക് ഫോർമേഷന്റെ മുകളിൽ വലിയ ഡെപ്ത് ഇല്ലാതെയായിരിക്കും മണ്ണുണ്ടാവുക. ഇത്തരം മലകളാണ് കരിങ്കൽ ഖനന വ്യവസായികൾക്ക് പ്രിയങ്കരമായത്. കുറച്ച് മണ്ണ് മാറ്റിയാൽ തന്നെ ഭീമാകാരമായ കരിങ്കൽ പാറകൾ കാണുകയും നിർബാധം അനന്തമായി ഖനനം നടത്തുകയും ചെയ്യാം. എന്നാൽ പശ്ചിമഘട്ടത്തിലെ മലകളുടെ മുകളിൽ ധാരാളം മണ്ണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബെഡ് റോക്ക് അല്ലെങ്കിൽ അടിസ്ഥാന പാറ വളരെ താഴെയുമാകും. ഇവിടുത്തെ മണ്ണിനെ പാറയുമായി ഘടിപ്പിച്ചു നിർത്തുന്നത് വലിയ മരങ്ങളുടെ വേരുകളാണ്. മുമ്പ് ഉയർന്ന പ്രദേശങ്ങളിൽ ധാരാളമായി ഉണ്ടായിരുന്ന തേക്ക്, ഈട്ടി പോലുള്ള വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ വളരെ താഴോട്ട് പോവുകയും താഴെയുള്ള ഉറച്ച പാറകളിൽ ചെന്ന് മുകളിലുള്ള മേൽമണ്ണിനെ നന്നായി ഘടിപ്പിച്ച് നിർത്തുകയും ചെയ്യും. പണ്ട് കാലത്തുള്ള വൻ മരങ്ങൾക്ക് അത് സാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡീപ് റൂട്ടഡ് മരങ്ങളെല്ലാം വെട്ടിമാറ്റി പകരം ഏലം, റബ്ബർ പോലുള്ള ഷാലോ റൂട്ടഡ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. ഷാലോ റൂട്ട് മരങ്ങളുടെ വേരുകൾ അധികം താഴോട്ട് പോകുന്നില്ല. അപ്പോൾ മേൽമണ്ണിനെയും താഴെയുള്ള പാറകളെയും തമ്മിൽ ഘടിപ്പിക്കുന്ന അവസ്ഥ തീരെ ഇല്ലാതെയാകുന്നു. ഇനി വലിയ മരങ്ങൾ മുറിച്ചു മാറ്റിയാലും വേരുകൾ തൽസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ക്രമേണ വേരുകൾ ദ്രവിക്കും. പാറയുമായുള്ള മണ്ണിന്റെ പിടുത്തം വിട്ടുപോകും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റപ്പെട്ട വൻമരങ്ങളുടെ വേരുകൾ ദ്രവിച്ച് മണ്ണിൽ വലിയ സോയിൽ കാവിറ്റി അല്ലെങ്കിൽ അളകൾ രൂപപ്പെടും. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി അതിവൃഷ്ടി ഉണ്ടാകുമ്പോൾ ഈ കാവിറ്റികളിലോട്ട് ധാരാളം വെള്ളം ആഴ്ന്നിറങ്ങുകയും ഈ വെള്ളം ഭൂമിയുടെ അന്തർഭാഗത്തുകൂടി ചാൽ രൂപത്തിൽ ഒഴുകി മണ്ണിലടങ്ങിയിരിക്കുന്ന കളിമണ്ണിനെയും ജൈവാവശിഷ്ടങ്ങളെയും ഭൗമാന്തർഭാഗങ്ങളിലൂടെ ഒരിടത്ത് നിന്ന് താഴ്ന്ന മറ്റൊരിടത്തേക്ക് വഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രോസസ് വഴി മണ്ണിനടിയിൽ ചെറു തുരങ്കങ്ങൾ രൂപപ്പെടുന്നു. ഈ തുരങ്കങ്ങൾ പരസ്പരം ചേർന്ന് വലിയ തുരങ്കങ്ങളാവുന്നു. ഈ പരസ്പരബന്ധിതമായ തുരങ്കങ്ങൾ ജലം പുറന്തള്ളുന്നതിനും മണ്ണൊലിപ്പിനുമുള്ള ഭൗമാന്തർ പാതകളായി വർത്തിക്കുന്നു. ഇതിനെ സോയിൽ പൈപ്പിംഗ് എന്ന് വിളിക്കും. ഈ പ്രതിഭാസത്തിൽ ഒരു ഭൂപ്രദേശം ഒന്നായി താഴേക്ക് പതിക്കുന്നു. മലകളിലെ വലിയ രീതിയിൽ ചെരിവുകളുള്ള ഭാഗങ്ങളാണ് ഇത്തരം പ്രതിഭാസത്തിന് പെട്ടെന്ന് വിധേയമാകുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം ഉരുൾപൊട്ടലുകളും
തോട്ടം മേഖലകൾക്ക് ചുറ്റുമാണ് നടന്നിട്ടുള്ളത്. മോണോക്രോപ്പിംഗ് അല്ലെങ്കിൽ ഏകവിള അടിസ്ഥാനമാക്കിയുള്ള കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മേൽമണ്ണ് അടിത്തട്ടിലെ പാറകളിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ ശേഷിയുള്ള നാടൻ മരങ്ങൾ വെട്ടി പകരം ആ ഭൂമിയിൽ പിന്നീട് വരുന്നത് ആഴം കുറഞ്ഞ വേരുകളുള്ള തേയില, കാപ്പി തുടങ്ങിയ വൻകിട തോട്ടവിളകളാണ്. സാധാരണ ആളുകളെ സംബന്ധിച്ച് പ്രകൃതിയെ മുറിവേൽപ്പിച്ചുള്ള കരിങ്കൽ ഖനനം കാണുമ്പോൾ മനസ്സിൽ ആശങ്കകളും പേടിയും തോന്നാം. അതേസമയം പച്ചപ്പിൽ പൊതിഞ്ഞ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ മനസ്സ് കുളിരുകയും സന്തോഷം തോന്നുകയും ചെയ്യും. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാ കുറ്റങ്ങളും കോറി മാഫിയകൾക്കുമേൽ ചാർത്തുന്നവർ കാണാതെ പോകുന്നത് പച്ചപ്പിൽ പൊതിഞ്ഞ മറ്റൊരു പ്രകൃതി ചൂഷണമാണ്. ചൂരൽമലയിലും പുത്തുമലയിലുമൊക്കെ ആയിട്ടാണ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1980കളിൽ പുത്തുമലയിൽ സ്വകാര്യ പ്ലാന്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി കടുത്ത വനനശീകരണം നടത്തിയത് പുത്തുമല ദുരന്തത്തിന് കാരണമായി എന്നാണ് വയനാട് ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പുത്തുമലയിൽ ഉണ്ടായ ദുരന്തം ഉരുൾപൊട്ടലല്ല, മറിച്ച് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ് എന്ന റിപ്പോർട്ടുകളും 80കളിൽ നടന്ന വനനശീകരണവും കൂട്ടി വായിച്ചാൽ ഒരളവ് വരെ ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയേണ്ടി വരും. ഇനി മേപ്പാടിയിൽ ഇപ്പോൾ സംഭവിച്ച ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഉൾവനത്തിൽ മനുഷ്യപ്രവർത്തനങ്ങൾ അധികം നടക്കാത്ത വനത്തിനുള്ളിലാണെന്ന് പറയുമ്പോഴും ഉരുൾപൊട്ടി വരുന്ന പാത വളരെ പ്രധാനപ്പെട്ടതാണ്. ഉരുൾപൊട്ടി വരുന്ന പാതയിൽ നടക്കുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ ഉരുൾപൊട്ടലിലേക്ക് കൂടുതൽ അവശിഷ്ടങ്ങളും മറ്റും എത്തിച്ചേരുവാൻ കാരണമാകുന്നുണ്ട്. ഇത് പൊട്ടിവരുന്ന അവശിഷ്ടങ്ങളുടെ അളവ് കൂടുവാനും ഉരുൾപൊട്ടലിന്റെ വേഗത കൂട്ടുവാനും കാരണമാവും. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എൻവയോൺമെന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വയനാട്ടിൽ 1950കൾ വരെ ഏകദേശം 85% ഫോറസ്റ്റ് കവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ 2022 ഒരു പഠനം കാണിക്കുന്നത് 1950നും 2018നും ഇടയിൽ വയനാടിന്റെ പച്ചപ്പിന്റെ 62% അപ്രത്യക്ഷമായി എന്നാണ്. അതേസമയം പ്ലാന്റേഷൻ കവർ ഏകദേശം 1800% വർദ്ധിച്ചു എന്നാണ് ബിസിനസ് ടുഡേ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ കുത്തനെ ചെരുവുകളുള്ള മലകളിലെ സ്വാഭാവിക മരങ്ങൾ വെട്ടിമാറ്റി അവിടെ ഏലം കൃഷി നടത്തുന്നത് ആ ഭാഗത്തെ മണ്ണിനെ കൂടുതൽ അയവുള്ളതാക്കുന്നു. കൂടാതെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും മൈനിങ്ങും മണ്ണിന്റെ ഘടനയെ മാറ്റുകയും സ്വാഭാവിക നീരൊഴുക്കിനെ തടയുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ചില നീർച്ചാലുകൾ 1-2 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വരൾച്ച കൊണ്ടോ മനുഷ്യരുടെ ഇടപെടലുകൾ മൂലമോ അടഞ്ഞു പോകാറുണ്ട്. ഇതും അതിവൃഷ്ടിക്കാലത്തുള്ള സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് മലകൾക്കുണ്ടാവുന്ന സമ്മർദ്ദം ഒരു പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ മലയിടിച്ചിലും ഉരുൾപൊട്ടലുമായി മാറുന്നു. 2015 ശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ നടന്നത് കേരളത്തിലാണ്. അതേസമയം 1961നും 2016നും ഇടയിൽ കേരളത്തിലെ മലയോര മേഖലകളിൽ ഉണ്ടായ പ്രധാന ഉരുൾപൊട്ടലുകൾ 70ൽ താഴെ മാത്രമാണ്. ഇവയിൽ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഉൾപ്പെടും. ഈ സംഭവങ്ങളിലാകെ 295 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഇതുപോലുള്ള മലയിടിച്ചിലും മണ്ണൊലിപ്പും ചെറിയ തോതുകളിൽ വയനാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. വയനാട്ടിൽ മാത്രമല്ല, 2018 പ്രളയത്തിൽ ഇടുക്കിയിൽ മാത്രം 2000-ഓളം ഉരുൾപൊട്ടലുകളാണ് മാപ്പ് ചെയ്തിരുന്നത്. അതിൽ പകുതിയോളം ഉൾക്കാട്ടിലാണ് ഉണ്ടായത്. അതുപോലെ വയനാട്ടിലും ഉൾക്കാട്ടിൽ ഉരുൾപൊട്ടാറുണ്ട്. വലിയ മരണങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂക്ഷ സ്വഭാവം പ്രാപിക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ വാർത്തകളായി തീരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഉരുൾപൊട്ടലുകൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് മഴയുടെ മാത്രമല്ല ഭൂമിയുടെയും സ്വഭാവത്തിലും ഘടനയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് വർഷങ്ങൾ കഴിയുന്തോറുമുള്ള തീവ്രത വ്യക്തമാക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടൽ വേറിട്ടതാകുന്നത് അതിന്റെ തീവ്രത മൂലമാണ്. ഉരുൾപൊട്ടലിന്റെ വിസ്തൃതി 86,000 ചതുരശ്ര മീറ്ററാണ്. നാശം വിതക്കപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 900 മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിലാണ്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ ക്രൗൺ അല്ലെങ്കിൽ മുകൾ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. 600 മീറ്ററോളം വരുന്ന ഈ ഉയര വ്യത്യാസം ഉരുൾപൊട്ടലിന്റെ തീവ്രതയും വ്യാപ്തിയും കൂട്ടി. ഹിമാലയൻ പ്രദേശങ്ങളിലെ റെയർ കേസ് ഒഴിച്ചു നിർത്തിയാൽ സാധാരണ ഉരുൾപൊട്ടലിൽ പാറകളടക്കമുള്ള അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് ഏറിയാൽ 1.5 കിലോമീറ്ററിനുള്ളിലായിരിക്കും. എന്നാൽ ഇവിടെ വയനാട്ടിൽ താഴ്വരയിൽ നിന്ന് 6-7 കിലോമീറ്ററോളം ദൂരത്തേക്ക് വരെ വലിയ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കാലാവസ്ഥ അതിദ്രുതം വ്യതിയാനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ മാറ്റം പക്ഷേ പശ്ചിമഘട്ടത്തിന് താങ്ങാൻ സാധിക്കുന്നതല്ല. എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും നേരിട്ടുള്ള ആഘാതമാണ് വയനാട്ടിൽ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടൽ. നിർദ്ദിഷ്ട മേഖലയിലെ വനനശീകരണവും ആ ഭാഗത്തെ മനുഷ്യ ഇടപെടലും മൂലം മാത്രമാണ് ദുരന്തമുണ്ടായതെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥാ
വ്യതിയാനമെന്ന ഗുരുതരമായ ഒരു ആഗോള പ്രശ്നത്തെ കണ്ടില്ല എന്ന് നടിക്കലാകും. അന്തരീക്ഷത്തിലെ ചൂടുള്ള വായു കൂടുതൽ ഈർപ്പം നിലനിർത്തുന്നത് വെർട്ടിക്കൽ ക്ലൗഡുകളുടെ രൂപീകരണത്തിന് കാരണമാകാറുണ്ട്. ഇത്തരം അതിസാന്ദ്രതയോട് കൂടിയ കൂമ്പാര മേഘങ്ങളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കനത്ത മഴ പെയ്യാൻ കാരണം. സാധാരണയായി 24 മുതൽ 48 മണിക്കൂർ വരെ എടുത്തു പെയ്യുന്ന മഴ 2-3 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു. സമതലങ്ങളെക്കാളേറെ മലയോര പ്രദേശങ്ങളിലാണ് കനത്ത മഴ കൂടുതൽ അപകടകരമാവുന്നത്. കാരണം വെള്ളമെല്ലാം ഒരു അരുവിയിലേക്ക് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ചാനലൈസ് ചെയ്യപ്പെടുന്നു. വനവ്യാപ്തി കുറയുന്നത് ഈ പ്രോസസ് മിനിറ്റുകൾ കൊണ്ട് നടക്കാൻ കാരണമാകും. അതോടെ കുറഞ്ഞ സമയം കൊണ്ട് മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും സംഭവിക്കാം. അതേസമയം സാന്ദ്ര വനപ്രദേശങ്ങളിൽ നിലത്ത് അടിഞ്ഞുകൂടുന്ന മരങ്ങളുടെ ഇലകളും മറ്റ് ജൈവവസ്തുക്കളും ഒരു സ്പോഞ്ച് പോലെ വർത്തിച്ച് വെള്ളത്തെ ഭൂമിയിലേക്ക് സ്വാഭാവികമായി ആഗിരണം ചെയ്യാനിടയാക്കുന്നു. മാത്രമല്ല, ഇടതൂർന്ന വനങ്ങളിലെ വൃക്ഷങ്ങളിൽ തടഞ്ഞ് താഴേക്കൊഴുകുന്ന മഴവെള്ളത്തിന്റെ പ്രവാഹശക്തി കുറയും. ഇതുവഴി മണ്ണിടിച്ചിലിനുള്ള സാധ്യത കുറയുന്നുണ്ട്. ഇനി സമതല പ്രദേശങ്ങളിലാണ് ഇതുപോലത്തെ കനത്ത മഴ പെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് റിയാക്ഷൻ ടൈം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അത് വൻ അപകടങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കും. ഇത്തരം മണ്ണിളകുന്ന രീതിയിലുള്ള അതിതീവ്ര മഴ കൊണ്ടുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം വയനാട്ടിലെ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകദേശം 25,000 ഹെക്ടർ പ്രദേശത്ത് 2 സെന്റിമീറ്റർ കനത്തിൽ ഫലഭൂയിഷ്ടമായ മേൽമണ്ണ് നഷ്ടപ്പെട്ട് മണ്ണിലെ പോഷകങ്ങൾ ഒലിച്ചുപോയി എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇത് ഭാവിയിൽ കാർഷിക ഉൽപാദനത്തെ സാരമായി ബാധിക്കും. ഉരുൾപൊട്ടലിന്റെ ഫലമായി പല ഭാഗത്തും 300 ഏക്കറിലധികം വരുന്ന കാപ്പിയുടെയും തേയിലയുടെയും തോട്ടം മുഴുവൻ മണ്ണ് വന്ന് മൂടിക്കിടക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണ് ഈ ഉരുൾപൊട്ടലുകളെല്ലാം നടക്കുന്നത്. വയനാട്ടിൽ 102.6 കിലോമീറ്റർ സ്ക്വയർ പ്രദേശം അങ്ങേയറ്റം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതും 196.6 കിലോമീറ്റർ സ്ക്വയർ പ്രദേശം മിതമായ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതുമാണ്. ഇതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ സോയിൽ പൈപ്പിങ്ങിന് കൂടി സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം പ്രദേശങ്ങൾ ഭാവിയിൽ വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. അതിനാൽ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് പശ്ചിമഘട്ടത്തിലെ ഉരുൾപൊട്ടൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ നിരോധിക്കുകയും ലാൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റികളും അനധികൃത ക്വാറികളുടെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും വേണം. ഒരു കാലത്ത് വയൽനാടായിരുന്ന വയനാട് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം മൂലം അടക്ക, കാപ്പി, കുരുമുളക് എന്നീ നാണ്യവിളകളിലേക്ക് നടത്തിയ പെട്ടെന്നുള്ള മാറ്റവും 30,000 ഹെക്ടറിൽ നിന്ന് 7,000 ഹെക്ടറായി നെൽകൃഷി ചുരുങ്ങിയതും അനിയന്ത്രിതമായ വനനശീകരണവും മഴയുടെ ഘടനാശൈലിയിലെ മാറ്റവും വയനാടിന്റെ കാലാവസ്ഥയിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനകം നഷ്ടപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും പുനഃസൃഷ്ടിക്കുക എന്നത് അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഉള്ളവയെ സംരക്ഷിക്കുവാൻ നിയമങ്ങൾ ഉണ്ടാക്കുകയും അവയിൽ വെള്ളം ചേർക്കാതെ കൃത്യമായി നടപ്പിലാക്കുകയും വേണം. അതേസമയം വനവൽക്കരണത്തിലൂടെ ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കൽ ദീർഘകാല പദ്ധതികൾ കൊണ്ട് നടത്തിയെടുക്കാവുന്നതേയുള്ളൂ. പശ്ചിമഘട്ടത്തിനുണ്ടായ ഡാമേജ് ഇതിനധികം നടന്നു കഴിഞ്ഞതിനാൽ ഇനി അങ്ങോട്ട് എന്തുമാത്രം നിയന്ത്രണങ്ങൾ വന്നാൽ പോലും അതിതീവ്ര മഴയുണ്ടായാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കേരളത്തിലെ ഏതു സ്ഥലത്തും മേപ്പാടിയിൽ നടന്നതിന് സമാനമായ ഉരുൾപൊട്ടൽ ട്രിഗർ ചെയ്തേക്കാം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും ഉരുൾപൊട്ടിയാൽ ഒഴുകിയെത്താൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ മാറി താമസിക്കുകയാണ് അടിയന്തരമായി ചെയ്യാനുള്ളത്. മുൻകരുതൽ നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്തരം ദുരന്തങ്ങളിൽ മരിക്കുന്നവരെല്ലാം മറ്റെവിടെയും സ്ഥിരമായ ജീവിതം പറിച്ചുനടാൻ കഴിയാത്ത സാധാരണ മനുഷ്യരാണ്. ഇനി ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത സോഷ്യോ എക്കണോമിക് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ റെഡ് സോണിൽപ്പെട്ട കേരളത്തിലെ വിവിധ ജില്ലകളിലെ പഞ്ചായത്തുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റിൽ ഇന്ത്യയിൽ തന്നെ 3ാമതുള്ള തൃശൂർ ജില്ലയിൽ ആതിരപ്പള്ളി, മറ്റത്തൂർ, കോടശ്ശേരി, വരന്തരപ്പള്ളി, പുത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മാടക്കത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽപ്പെട്ട ഭാഗത്തും മുള്ളൂർക്കര, വടക്കാഞ്ചേരി പഞ്ചായത്തുകളുടെ കുറച്ച് ഭാഗങ്ങളിലും ഹൈ ഹസാർഡ് സോണുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാണിംഗ് ലഭിച്ച അകമല വടക്കാഞ്ചേരിക്കടുത്താണ്. ഇനി 5ാമതുള്ള പാലക്കാട് ജില്ലയിലെ ഏതെല്ലാം പഞ്ചായത്തുകൾ റെഡ് സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാം. നെല്ലിയാമ്പതി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ, തൃശൂർ ജില്ലാ അതിർത്തിയിലുള്ള കിഴക്കഞ്ചേരി, വണ്ടാഴി പഞ്ചായത്തുകൾ, കൊല്ലങ്കോട്, മലമ്പുഴ, അഗളി, ഷോളയൂർ പഞ്ചായത്തുകൾ, തേൻകര പഞ്ചായത്തിലെ അഗളിയോട് ചേർന്ന പ്രദേശങ്ങൾ, കരിമ്പ പഞ്ചായത്തിലെ മലമ്പുഴയോട് ചേർന്ന പ്രദേശങ്ങൾ, അലനല്ലൂർ, കുമരമ്പുത്തൂർ, തേൻകര തുടങ്ങിയ പഞ്ചായത്തുകളുടെ ഉത്തരഭാഗം, പുതൂർ പഞ്ചായത്തിലെ ഏതാണ്ട് 75% ഭാഗങ്ങളും. ഇത്രയും സ്ഥലങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഹൈ ഹസാർഡ് സോണിലുള്ളത്. ഇനി ISROയുടെ ലിസ്റ്റിൽ 7ാമതുള്ള മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട്, അമരമ്പലം, കരുളായി, വഴിക്കടവ്, പോത്തുകല്ല്, ചുങ്കത്തറ, ചാലിയാർ, ഉറുങ്ങാട്ടീരി, എടവണ്ണ തുടങ്ങി മലപ്പുറം ജില്ലയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള എല്ലാ പഞ്ചായത്ത് അതിർത്തി പ്രദേശങ്ങളിലും റെഡ് സോൺ ഉണ്ട്. ഇനി ലിസ്റ്റിൽ 10ാമതുള്ള കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകൾ നോക്കാം. കൂടരഞ്ഞി, തിരുവമ്പാടി, കൊടശ്ശേരി, പുതുപ്പാടി, കട്ടിപ്പാറ, കൂരാച്ചുണ്ട്,
കായണ്ണ, പനങ്ങാട്, ചെകിട്ടപ്പാറ, കാവിലുംപാറ, നരിപ്പറ്റ, വാണിന്മേൽ, ചെക്കിയാട്. ഇനി ഇപ്പോൾ ഉരുൾപൊട്ടലിന്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വയനാട് ലിസ്റ്റിൽ 13ാമതായാണ് വരുന്നത്. വയനാട്ടിലെ മേപ്പാടി, മൂപ്പനാട്, വൈത്തിരി, പൊഴുതന, മുട്ടിൽ, കൽപ്പറ്റ, താരിയോട്, പടിഞ്ഞാറേത്തറ, വെള്ളമുണ്ട, തൊണ്ടർനാട്, മാനന്തവാടി, തിരുനെല്ലി കൂടാതെ നെന്മേനി, അമ്പലവയൽ, തവിഞ്ഞാൽ തുടങ്ങിയ പഞ്ചായത്തുകളുടെ വളരെ ചെറിയ പ്രദേശങ്ങളും റെഡ് സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിൽ 15ാമതുള്ള എറണാകുളം ജില്ലയിൽ വെസ്റ്റേൺ ഘട്ടിനോട് ചേർന്ന 3 പഞ്ചായത്തുകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ: കവളങ്ങാട്, കുട്ടമ്പുഴ, അയ്യമ്പുഴ. എന്നാൽ ലിസ്റ്റിൽ 18ാമതുള്ള ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 80% പഞ്ചായത്തുകളിലും റെഡ് സോൺ ഉണ്ട്. കുമിളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം, കൊക്കയാർ, ഏലപ്പാറ, ഉപ്പുതറ, അറക്കുളം, കുടയത്തൂർ, വെളിയമറ്റം, ഉടുമ്പന്നൂർ, വണ്ണാപുരം, ഇടുക്കി, കഞ്ഞിക്കുഴി, അടിമാലി, മാങ്കുളം, പള്ളിവാസൽ, ദേവികുളം, മൂന്നാർ, വെള്ളത്തൂവൽ, ഇടമലക്കുടി, മറയൂർ, കാന്തല്ലൂർ, വട്ടവട, ചിന്നക്കനാൽ, രാജകുമാരി, ശാന്തൻപാറ, നെടുങ്കണ്ടം. ഇത്രയും പഞ്ചായത്തുകളാണ് റെഡ് സോണിലുള്ളത്. ഇനി 24ാമതുള്ള കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ പൂഞ്ഞാർ, തെക്കേക്കര, കൂട്ടിക്കൽ, തീക്കോയി, തളനാട്, മൂന്നിലവ്, മേലുകാവ്, തിടനാട്, കോരുതോട് തുടങ്ങിയ സ്ഥലങ്ങളാണുള്ളത്. 26ാമതുള്ള കണ്ണൂരിൽ പാട്യം, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, അയ്യൻകുന്ന്, ഉളിക്കൽ, പയ്യാവൂർ, എരുവേശി, നടുവിൽ, ഉദയഗിരി, ആലക്കോട്, ചെറുപുഴ പഞ്ചായത്തുകളാണ്. ഇനി 28ാമതുള്ള തിരുവനന്തപുരത്ത് അമ്പൂരി, കള്ളിക്കാട്, കുറ്റിച്ചാൽ, ആര്യനാട്, വിതുര, പെരിങ്ങൽമല പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ലിസ്റ്റിൽ 33ാമതുള്ള പത്തനംതിട്ടയിൽ അരുവാപുലം, സീതത്തോട്, ചിറ്റാർ, തണ്ണിത്തോട് എന്നീ 4 പഞ്ചായത്തുകളാണ് റെഡ് സോണിലുള്ളത്. കാസർഗോഡ് ജില്ല ലിസ്റ്റിൽ 44ാമതായാണ് വരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള കാസർഗോഡ് ജില്ലയിൽ റെഡ് സോൺ തീരെ കുറവാണ് എന്ന് പറയാം. കൂടുതലും യെല്ലോ, ഓറഞ്ച് സോണുകളാണ് ഉള്ളത്. ഈസ്റ്റ്, വെസ്റ്റ്, എളേരി പഞ്ചായത്തുകളിലും ബളാൽ, കല്ലാർ, പാണത്തടി എന്നിവിടങ്ങളിലുമാണ് വളരെ ചെറിയ റെഡ് സ്പോട്ടുകൾ ഉള്ളത്. ഏറ്റവും അവസാനം 48ാമത് വരുന്ന കൊല്ലം ജില്ലയാണ്. കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, പിറവന്തൂർ തുടങ്ങിയ 4 പഞ്ചായത്തുകളാണ് കൊല്ലം ജില്ലയിൽ നിന്ന് റെഡ് സോണിൽ പെട്ടിട്ടുള്ളത്. അതേസമയം തീരെ ലാൻഡ്സ്ലൈഡ് സാധ്യത ഇല്ലാത്ത ഒരേ ഒരു ജില്ല, വെസ്റ്റേൺ ഘട്ട് തീരെ ഇല്ലാത്ത ആലപ്പുഴ ജില്ലയാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഗാഡ്ഗിലിനെ കുറിച്ച് പരാമർശിക്കാതെ നിർത്താൻ സാധ്യമല്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പൊതുവെ അറിയപ്പെടുന്ന പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി പഠന റിപ്പോർട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നോളം കാണാത്തത്ര ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ വികസന റിപ്പോർട്ട്. വിമർശനങ്ങളിലേറെയും വസ്തുതകളെ മറച്ചുപിടിക്കുകയോ വളച്ചൊടിക്കുകയോ മനഃപൂർവ്വമോ അല്ലാതെയോ കാണാതെ പോവുകയോ ചെയ്തവയായിരുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരം. ഇക്കാരണങ്ങളാൽ പൊതുജന സമക്ഷം ഈ റിപ്പോർട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയോ ചെയ്തു. മാത്രമല്ല, റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം ഉയർത്തിക്കാണിച്ച് ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കുകയും ചെയ്തു. പരിസ്ഥിതി ലോല മേഖലകൾക്ക് അതിരുകൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഓരോ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ വരെ വ്യക്തവും ശക്തവുമായ ബഹുജന പങ്കാളിത്തം ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായി സമൂഹത്തിലെ ചില പ്രത്യേക തട്ടിലുള്ളവരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകൾ മുന്നേറിയത്. പ്രകൃതിയെ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്നിടത്തോളം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വിടുതൽ അസാധ്യമാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങൾ ഇത്തരം സാധ്യതകളെ കൂട്ടുകയാണ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഇന്നോളം നമ്മൾ കാണാത്ത പ്രകൃതി ദുരന്തങ്ങൾക്കാകും നമ്മൾ സാക്ഷികളാവുക. പ്രകൃതിയെ ഹനിക്കാത്ത വിധത്തിലുള്ള വികസന പരിപാടികൾ ഇപ്പോഴും നമുക്ക് അന്യമാണ്. അതുകൊണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തികച്ചും ഏകപക്ഷീയമായി നിർദാക്ഷിണ്യം നിരാകരിച്ചവരാണ് നമ്മൾ. എന്നിട്ടും ഉരുൾപൊട്ടിയും മലയിടിഞ്ഞും മണ്ണൊലിച്ചും ആ റിപ്പോർട്ടിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോഴും ഉയർന്നു വരുന്നു. റിപ്പോർട്ട് മുഴുവനായും നടപ്പിലാക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ അമ്പേ നിരാകരിച്ചുകൊണ്ട് അതിന്മേൽ സത്യസന്ധമായ ഒരു ചർച്ച നടത്താൻ പോലും പല സ്ഥാപിത താല്പര്യക്കാർക്കും ധൈര്യമില്ല. കാടും മണ്ണും വിറ്റ് തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പാദ്യം നിലച്ചു പോകുമെന്ന പേടിയാണ് അതിനുള്ള ഒരേ ഒരു കാരണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.